Hello friends, welcome back to our channel in this recipe. Vitamin A, C, antioxidant ഇവയെല്ലാം നിറഞ്ഞ ഒന്നാണ് വാട്ടർമെലൺ. മസിൽ സോർനെസ് മാറാനും ക്യാൻസർ കുറയ്ക്കാനായിട്ട്, അതായത് പ്രിവെൻറ്റ് ചെയ്യാനും ഹാർട്ടിൻ്റെ ഡിസീസസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. അതുമാത്രമല്ല, ഈ ഒരു സമ്മർ ടൈമിൽ, റംലാൻ്റെ ടൈമിൽ നമ്മളെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനായിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഉന്മേഷം നിറയ്ക്കാനായിട്ടും ഈ വാട്ടർമെലന് സാധിക്കും. സോ നമുക്കിത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർമെലൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ജ്യൂസറിൻ്റെ പകുതിയോളം ഞാൻ ഈ വാട്ടർമെലൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരു കളഞ്ഞിട്ടില്ല, കുരു കളയണമെങ്കിൽ കളഞ്ഞിട്ട് നിങ്ങൾ ചേർത്തോളൂ. അതിലേക്ക് 2 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ജ്യൂസിന് കിട്ടുന്നത്. സോ ഇതെല്ലാം തന്നെ നല്ല തണുപ്പിൽ ഞാൻ എടുത്തു വച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ. സോ ഞാൻ എക്സ്ട്രാ ഐസ് ഒന്നും ഇത് ചേർക്കുന്നില്ല. പിന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിൽ കുറച്ച് കസ്കസും കൂടി ഇട്ട് അത് വീർത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടി ഒരു ലെമൺ ആവശ്യമാണ്. ഞാൻ ഇതേപോലത്തെ വലിയ ലെമണാണ് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു പീസിൽ നിന്ന് തന്നെ ഇതേപോലെ ഇത്ര ജ്യൂസ് കിട്ടുന്നുണ്ട്. ചെറിയ ലെമൺ ആണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കാം. സോ ആ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയും നല്ല മധുരവും ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ചേർന്ന് അടിപൊളി ഒരു ജ്യൂസ് നമുക്ക് കിട്ടും. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ പിങ്ക് കളറിൽ നമുക്ക് ഈ ജ്യൂസ് കിട്ടും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഐസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ടിട്ട് എക്സ്ട്രാ ഐസൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഡ്രിങ്ക് ഇങ്ങനെ സെർവ് ചെയ്യാണ്. കൂടെ ഒരു പീസ് ഇതേപോലെ മിൻറ്റ് ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒത്തിരി നേരം വയ്ക്കരുത്, അപ്പോൾ തന്നെ കഴിക്കുക. കാരണം ഇത് വാട്ടർമെലൺ ആയിട്ട് സെപ്പറേറ്റ് ആവും കുറച്ച് നേരം വയ്ക്കുമ്പോൾ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും സമ്മറിൽ ഈ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് എന്തായാലും തയ്യാറാക്കി നോക്കുക. വാട്ടർമെലൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ ഫ്ലേവറോട് കൂടി നല്ല പുളിയും മധുരവുമുള്ള അടിപൊളി ഒരു ഡ്രിങ്കാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോന്ന് ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye. Enjoy your life. Enjoy cooking.